Hi, hello, welcome to Arivola Learning, the complete channel for teachers. So, കാറ്റഗറി 1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആവശ്യമായിട്ടുള്ള അതിന്റെ മുഴുവൻ സിലബസും ഉൾക്കൊള്ളുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിലും ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ഫ്രീ കോച്ചിങ് സീരീസ് ആണ് ഇന്ന് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യമായി ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ സിലബസ് എന്താണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ദി സബ്ജക്ട് എന്ന രീതിയിലായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കാം. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കേട്ടറ്റിന്റെ സൈക്കോളജി സിലബസ് വരുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് സ്കൂൾ ഓഫ് സൈക്കോളജി, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകളെ പറ്റി പറയുന്നതും അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനവാദം, ഫങ്ഷണലിസം ധർമ്മവാദം, ബിഹേവിയറിസം ചേഷ്ടവാദം അല്ലെങ്കിൽ പെരുമാറ്റവാദം, ഹ്യൂമനിസം മാനവികതാവാദം, ഗസ്റ്റാൾട്ട് സൈക്കോളജി സമഗ്രതാവാദം, ആൻഡ് ഫൈനലി കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ വൈജ്ഞാനിക മനഃശാസ്ത്രം. ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്നത്. ശേഷം ശിശു വികാസം അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, വളർച്ചാ പ്രത്യേകതകൾ, തലങ്ങൾ, വിടവുകൾ, ഘട്ടങ്ങൾ, വളർച്ചയും പഠനവും, വ്യക്തി വികാസത്തിൽ നമ്മളെ ചുറ്റുപാടിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ, നമ്മളെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, ഭാഷാ വികാസം ആൻഡ് റോൾ ഓഫ് മദർ ടങ്, ജെൻഡർ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, പിന്നെ ശിശു സ്വഭാവ പഠന രീതികൾ. ഇത്രയും കാര്യങ്ങളാണ് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ശിശു വികാസത്തിൽ വരുന്നത്. ശേഷം വരുന്നതാണ് ലേണിംഗ് കർവ്, ലേണിംഗ് തിയറീസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ശേഷം വരുന്നതാണ് കൊഗ്നിഷൻ എന്ന് പറയുമ്പോൾ അറിവ്, ജ്ഞാനം അല്ലെങ്കിൽ ഉയർന്ന മാനസിക ചിന്താധാരകളാണ് പഠിക്കുക. അതിൽ വരുന്നതാണ് പെർസെപ്ഷൻ, തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, റീസണിങ്, പ്രോബ്ലം സോൾവിങ്. ദെൻ മെമ്മറി ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആൻഡ് തിയറീസ്. ശേഷം വരുന്ന ഒരു ഭാഗമാണ് ഇന്റലിജൻസ്, അതിന്റെ നിർവചനങ്ങൾ, സിദ്ധാന്തങ്ങൾ, മൂല്യനിർണ്ണയങ്ങൾ, IQ ക്ലാസിഫിക്കേഷൻ, ഇമോഷൻ അല്ലെങ്കിൽ വികാരങ്ങൾ, പ്രാഥമിക വികാരങ്ങൾ, അതിന്റെ വളർച്ചാ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ, അതിന്റെ ടൈപ്സ് ആൻഡ് തിയറീസ്. ശേഷം വരുന്ന ഒരു ഭാഗമാണ് വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അതിന്റെ ടൈപ്സ്, തിയറീസ്, ഡെഫിനിഷന്, അതിന്റെ മൂല്യനിർണ്ണയം, ഗവേഷണം, അതിന്റെ ടൈപ്സും ഘട്ടങ്ങളും. മറ്റൊരു പ്രധാന ഭാഗമാണ് പെഡഗോജി, ബോധനശാസ്ത്രം അല്ലെങ്കിൽ അധ്യാപന ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ബേസിക് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അതിൻ്റെ മെത്തേഡ്സ്, പിന്നെ അതിൻ്റെ മൂഡ്സ്, പല തലങ്ങൾ, പിന്നെ അതിൻ്റെ സാമൂഹികരണ പ്രക്രിയ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇവാലുവേഷൻ, ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. അവസാനമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, അതിൻ്റെ ഡെഫിനിഷന്, കൺസെപ്റ്റ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി, പിന്നെ PWD നിയമങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിയിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പരാമർശിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കും നമ്മളെ ചാനലിൽ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.